ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വിശേഷത്തിലേക്ക് കടക്കാം. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക്, ഒരു ഹൈപ്പ് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാമല്ലോ. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി പോലീസ് സ്റ്റേഷനിൽ നിന്ന് വണ്ടിയൊക്കെ ഇറക്കിക്കൊണ്ട് പോകുന്നല്ലോ. അപ്പം അതിനു മുമ്പായിട്ട് തന്നെ സുധി വീട്ടിലെത്താണ്. സുധി വീട്ടിലെത്തിയപ്പോഴത്തേക്കും നമ്മുടെ രേവതി നിന്ന് അടിച്ചൊക്കെ വരികയാണ് കേട്ടോ. അപ്പോഴത്തേക്കും സുധി പറഞ്ഞു, ഓ ഒന്നും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ചോദിച്ചു, എന്തറിയാന്? അറിയാനുണ്ട്. അതെ അച്ഛ, അമ്മ എല്ലാവരും ഇങ്ങ് വന്നേ, എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയും അതുപോലെ രവീന്ദ്രനൊക്കെ വന്നു. അപ്പൊ സുധി പറഞ്ഞു, ആ കാര്യം കേൾക്കുമ്പോഴേ പലരും ഇന്ന് തല കറങ്ങി വീഴും. അല്ല എന്താടാ, ആ ക്യാഷ് നിനക്ക് തിരികെ കിട്ടിയോ? ആ ക്യാഷ് കൊണ്ടുപോയ ആളെ, കടന്നു കളഞ്ഞ ആളെ നീ കണ്ടുപിടിച്ച് തിരികെ കിട്ടിയോ? കൊണ്ടുവന്നു അമ്മേ, കൊണ്ടുവന്ന് എന്റെ കയ്യിൽ തന്നു. 30 ലക്ഷവും അതിന്റെ പലിശയുണ്ട്, ഇന്ന പിടിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിച്ചു, നീ എന്താ ആളെ കളിയാക്കാണോ? നീ എന്താടാ സുധി പറയുന്നത്? അപ്പോഴത്തേക്ക് സുധി പറഞ്ഞു, അത് പിന്നെ എന്റെ പൊന്നച്ഛ, അവനെ കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. ഈ കാര്യം പറയാനൊന്നും അല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. കാര്യമുണ്ട്. അച്ഛന്റെ പുന്നാര പോലെ സച്ചി ഉണ്ടല്ലോ, അവൻ എല്ലാ കലാപരിപാടികളും നിർത്തി മാന്യനായി എന്നാണല്ലോ നിങ്ങൾ എല്ലാവരും അവകാശപ്പെടുന്നതും വിശ്വസിക്കുന്നതൊക്കെ. അവന്റെ സ്വഭാവം ഈ ജന്മത്തും മാറ്റാൻ പറ്റത്തില്ല. അത് ഈ ജന്മത്തും മാറത്തുമില്ല. അത് നിങ്ങൾ ഓർത്തോ. അപ്പം ചന്ദ്ര ചോദിച്ചു, എന്താടാ അവൻ വെള്ളമടിച്ച് വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? ആരെയെങ്കിലും തല്ലിയോ? തല്ലി. ആരെ തല്ലിയോ എന്തോ, ഏതായാലും അവന് ഞാൻ കണ്ടു. അപ്പൊ ചന്ദ്ര പറഞ്ഞു, കുറച്ചു നാളായി പുന്നാരമോൻ വിശ്രമത്തിലായിരുന്നല്ലോ, പിന്നെ തുടങ്ങിയല്ലേ? അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, അവനങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. അവൻ പഴയ സച്ചൊന്നും അല്ല, അവൻ അങ്ങനെ ഒരു പ്രശ്നത്തിൽ നിൽക്കത്തില്ല. അതൊക്കെ അച്ഛന്റെ വിശ്വാസം. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, കുറച്ചു മുമ്പ് പോലും ഞാൻ സച്ചേട്ടനെ വിളിച്ചിരുന്നല്ലോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സച്ചേട്ടൻ എന്നോട് പറയാതിരിക്കത്തില്ലല്ലോ. ഓ പിന്നെ ആരെങ്കിലും ഭാര്യമാരോട് ഇത്തരം കാര്യങ്ങൾ പറയുമോ, പ്രത്യേകിച്ച് അവൻ? അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു, നിന്നോട് ആരാ ഇത് പറഞ്ഞത്? അത് പിന്നെ അവൻ തന്നെ എന്നോട് ഇത് പറഞ്ഞതാ, അല്ലാതെ ആര് പറയാനാ? നിങ്ങളുടെ മോൻ ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല. ബാലേട്ടന്നല്ല, സോറി രവിയേട്ടാ. നിങ്ങള് എല്ലാരും കൂടി അവനെ മാറ്റിയെടുത്തു എന്ന് പറഞ്ഞിട്ട് ഇതായിരുന്നോ അവന്റെ മാറ്റം? അപ്പൊ സുധി ചോദിച്ചു, അങ്ങനെ ചോദിക്കമ്മേ. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, രേവതി പെട്ടെന്ന് അവനോട് വരാൻ പറയും ഇങ്ങോട്ടേക്ക്. പെട്ടെന്ന് വരാനോ? ഇല്ല, അവനെ അവര് വിട്ടിട്ട് വേണ്ട വരാന്. അവൻ പോലീസ് സ്റ്റേഷനിലാ ഉള്ളത്. പോലീസ് സ്റ്റേഷനിലോ? എന്താ പോലീസ് സ്റ്റേഷനിലോ? അവരെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടല്ലോ, ജയിലിലേക്ക് പറഞ്ഞയക്കും. അടുത്തൊന്നും അവനെ പ്രതീക്ഷിക്കുകയേ വേണ്ട. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയ്ക്ക് സന്തോഷമായി. ചന്ദ്ര പറഞ്ഞു, കുറച്ചു നാൾ അവൻ ജയിലിൽ കിടക്കട്ടെ, എന്നാലേ അവൻ പഠിക്കത്തുള്ളൂ. അത് കറക്റ്റാമേ, അത് കറക്റ്റാ. അപ്പം ചന്ദ്ര പറഞ്ഞു, നിങ്ങളതേ ഇവിടെ നനങ്ങി പോലെ അവനെ ഇറക്കാൻ പോയേക്കരുത്. ഇവനൊക്കെ മകനാണെന്ന് പറയുന്നത് തന്നെ നാണക്കേടാ. എനിക്ക് തന്നെ അങ്ങോട്ട് എന്താ പോലെ തോന്നുന്നു. അപ്പൊ നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ ഇത് കേട്ടിട്ട് നേരെ പുറത്തേക്ക് പോവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ചോദിച്ചു, നിങ്ങൾ എവിടെ പോവാ? അത് പിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാ. അപ്പം പുറകെ നമ്മുടെ രേവതിയും വന്നിട്ട് പറഞ്ഞു, ഞാനും വരാച്ചാന്ന് പറഞ്ഞുകൊണ്ട് ഇവര് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഇറങ്ങിയപ്പോ ദേ വരുന്നത് നമ്മുടെ സച്ചിയുടെ കാറിലെ സച്ചി. ഏതായാലും പോലീസ് സ്റ്റേഷനിൽ ജയിലിലേക്ക് പോകാനിരിക്കുന്ന സച്ചിയുടെ കാറിൽ വരികയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ സുധി, അപ്പൊ ഇവന് വിട്ടയച്ചോ? അതെന്താ ഇങ്ങനെ എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കണം. സച്ചി ഭയങ്കര സന്തോഷത്തോടു കൂടി ചിരിച്ചിട്ടാട്ടോ ഇറങ്ങി വരുന്നത്. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചു, അല്ല നീ വരുന്ന വഴിയാണോ? അതെന്ത് ചോദ്യം അച്ഛാ, വരുന്ന വഴിയാ. രേവതി താങ്ക്സ് കേട്ടോ. ഇവള് നമ്മൾ വിചാരിച്ചാളൊന്നും അല്ല കേട്ടോ, ഇവൾക്ക് വലിയ പിടിപാടാട്ടോ അച്ഛാ. പിടിപാടൊക്കെ എവിടെ നിൽക്കട്ടെ, നീ ഇത്രയും നേരം എവിടെയായിരുന്നു അത് പറ. ഇതെന്ത് പറ്റി അച്ഛൻ ഇങ്ങനെയൊക്കെ എന്നോട് ചോദിക്കുന്നത്? അല്ല നിങ്ങൾ എന്താ എവിടെയെങ്കിലും പുറത്തു പോകാൻ വേണ്ടി ഇറങ്ങിയതാണോ? സച്ചി, നീ ചോദിക്കുന്നതിന് ആൻസർ പറ. നീ എവിടെയായിരുന്നു ഇത്രയും നേരം? അപ്പൊ സുധി പറഞ്ഞു, നീ അഭിനയിക്കണ്ടടാ, നീ ജയിലിൽ പോകുന്ന ഞാൻ കരുതിയത്. നിന്നെ ആരെ ഇറക്കി വിട്ടത്? ഞാൻ എല്ലാം ഇവരോട് പറഞ്ഞു. അച്ഛ, ഇവരെന്താ പിച്ചുമ്പയൊക്കെ പറയുന്നത്? അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ഒരൊറ്റ അടി സച്ചിക്കിട്ട് കൊടുത്തു കേട്ടോ. കേട്ട പാതി കേൾക്കാത്ത പാടിയാണ് ഒരൊറ്റ അടി കൊടുത്തത്. എന്നിട്ട് രവീന്ദ്രൻ ചോദിച്ചു, നുണ പറയുന്നോടാ, വായെടുത്താല് നിന്നോട് ചോദിച്ചില്ലടാ ഇത്രയും നേരം നീ എവിടെയാണെന്ന്? ഞാൻ പറഞ്ഞ നീ കേക്കത്തില്ലല്ലേടാ എന്ന് പറഞ്ഞു തലങ്ങനും വേലങ്ങനും നമ്മുടെ സച്ചിനെ അങ്ങ് അടിക്കുകയാണ് കേട്ടോ. അടിക്കുവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1.5 അടിയൊക്കെ അടിക്കുന്നത്. എത്ര പ്രാവശ്യമാണ് നിന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു പെങ്കൊച്ചുള്ള കാര്യം നീ ഓർത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അടി. അപ്പൊ നമ്മുടെ രേവതി വന്നിട്ട്, എത്ര പറഞ്ഞിട്ട് നിങ്ങളോടൊക്കെ മനസ്സിലാവുന്നില്ലല്ലോ, എന്തിനാ സച്ചേട്ടാ ഇതുപോലെ ആയി തീരുന്നത്? എന്തിനാ സച്ചേട്ടാ അച്ഛന്റെ കയ്യിൽ നിന്ന് ഇതുപോലെ തല്ലു മേടിക്കുന്നത്? അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, എടാ ഈ കൊച്ചിനെ ഓർത്തെങ്കിലും നിനക്ക് തല്ലുണ്ടാക്കാതിരിക്കത്തില്ലേ? നിന്നെ എന്തിനാണ് പോലീസ് പിടിച്ചോണ്ട് പോയത്? അപ്പൊ അതാണല്ലേ. എന്റെ പൊന്നച്ഛ, കാര്യം അറിയാതെ ആണല്ലോ അച്ഛൻ ഈ എന്നെ
എന്നെ തല്ലിയത്? ഞാൻ സ്റ്റേഷനിലേക്ക് പോയതാ, എന്നെ പോലീസ് പിടിച്ചോണ്ട് പോയിട്ടില്ല. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, ഇതേ പച്ചക്കള്ളം പറയുന്നത് കേട്ടില്ലേ അവൻ, പച്ചക്കള്ളം. അത് പിന്നെ പച്ചക്കള്ളം ഒന്നുമല്ല. ഞാൻ നോ പാർക്കിംഗ് ഏരിയയിൽ കാറ് പാർക്ക് ചെയ്തത് കൊണ്ട് എന്റെ വണ്ടി എടുത്തോണ്ട് പോയി പോലീസ്. അതുകൊണ്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് എന്റെ വണ്ടി ഇറക്കാൻ വേണ്ടി പോയത്. രേവതിയോട് ചോദിച്ചതൊക്കെ, രേവതി SI സാറിന്റെ ഭാര്യയോട് സംസാരിച്ചതും അതുകൊണ്ട് എന്റെ കാർ ഇറക്കാനായിട്ട് പറ്റിയതും. ഓഹോ, അപ്പം അപ്പം ഇതെല്ലാം സത്യമാണോ ഇവ പറഞ്ഞൊക്കെ? അതെ അച്ഛാ, അതെ. ഇതൊക്കെ പറഞ്ഞത് സത്യമാണ്. ശോ, എന്നിട്ടാണ് ഇവനെ ഞാൻ തല്ലിയത്? നിനക്കൊന്നും പറയത്തില്ലായിരുന്നോ രേവതി? അല്ല, ഇദ്ദേഹം വന്ന് പറഞ്ഞത് പോലീസ് പിടിച്ചു, ജയിലിൽ കൊണ്ടുപോകുന്നു. അപ്പൊ ഞാനും അതങ്ങ് വിശ്വസിച്ചു. അപ്പൊ ശ്രുതി പറഞ്ഞു, ഡ്രാമയാ, ഇതൊക്കെ ഡ്രാമയാ. അപ്പൊ സച്ചി പറഞ്ഞു, എന്റെ പൊന്നച്ഛാ, ഇത് ഡ്രാമയല്ല. ഇത് ഞാൻ പറയുന്നത് സത്യമാ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, നീ അല്ലേടാ പറഞ്ഞത് തല്ലുണ്ടാക്കി വെള്ളം അടിച്ചു, അതുകൊണ്ട് നിന്നെ പോലീസ് പിടിച്ചു എന്നൊക്കെ. അപ്പൊ പിന്നെ ഞാൻ ഇവിടെ വന്ന് എന്താ പറയേണ്ടത്? ഓ, അതാണോ? ഞാന് വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലേ, അത് നീ കാര്യമാക്കി എടുക്കൂ. അച്ഛാ, ദൈവം പറയുന്നത് വിശ്വസിക്കില്ലേ? ഈ സച്ചി ഓരോരോ നമ്പർ ഇറക്കുന്നതാ. അത് പിന്നെ ഞാൻ പറയുന്നത് എന്റെ പൊന്നച്ഛാ സത്യം എന്ന് പറഞ്ഞിട്ട് നേരെ സുധീനെ ചെന്ന് അടിക്കാൻ തുടങ്ങി കേട്ടോ. എങ്ങനെ തല്ലാതിരിക്കും? കേട്ട വാതി കേൾക്കാത്ത വാതി ഇങ്ങനെ ഓരോന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെറുതെ സച്ചിക്കിട്ട് അടി കിട്ടിയില്ലേ. അതുകൊണ്ട് ദേഷ്യം വന്നിട്ടാണ് നമ്മുടെ സുധിക്കിട്ട് തല്ലിയത്. രേവതി ഒരു കണക്കിന് പോയി പിടിച്ചോണ്ട് വന്നു. അപ്പോഴത്തേക്ക് രേവതിയോട് പറയാണ്, എന്റെ അച്ഛൻ കാര്യം അറിയാതെ എന്നെ തല്ലിയില്ലേ, എനിക്ക് സങ്കടമായി എന്ന് പറയുമ്പോഴത്തേക്ക്, എന്റെ പൊന്ന് സച്ചേട്ട ഒന്ന് സമാധാനപ്പെട്ട് നമുക്ക് എല്ലാം പറഞ്ഞ് ശരിയാക്കാൻ വാന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ രേവതി അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ സുധി പറഞ്ഞു, അതെ അച്ഛ, വെറുതെ അവൻ പറയുന്നത്, അവൻ നുണ പറയുന്നതാ. അപ്പൊ നമ്മുടെ രവീന്ദ്രന് ദേഷ്യം വന്നിട്ട്, എന്റെ പൊന്നോ, നീ എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്, ഇല്ലെങ്കിൽ നിനക്കിട്ട് കിട്ടും ഓരോന്ന് പറഞ്ഞുണ്ടാക്കാൻ വന്നിരിക്കുന്നവന്. അപ്പോഴത്തേക്ക് നമ്മുടെ സുധി അങ്ങ് പോയി. ഏതായാലും ഈ സമയത്ത് നമ്മുടെ സച്ചി ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട്, അത് പിന്നെ വേദനിച്ചോടാ നിനക്ക് ഞാൻ അടിച്ചത്? അത് പിന്നെ അച്ഛൻ അടിച്ചത് എനിക്ക് വേദനിക്കാറൊന്നുമില്ല, പക്ഷെ ഇന്ന് എനിക്ക് വേദനിച്ചു വെച്ച കാരണം വേറെ ഒന്നുമല്ല, തെറ്റ് ചെയ്യാതെയല്ലേ അച്ഛൻ എന്നെ അടിച്ചത്. അത് പിന്നെ ക്ഷമിക്കട അച്ഛനോട്. അച്ഛൻ സത്യത്തെ എടുത്ത് ചടി എന്തൊക്കെയോ ചെയ്തു പോയി. അത് പിന്നെ അച്ഛാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി നേരെ രവീന്ദ്രനെ കെട്ടിപ്പിടിച്ച് കരയാണ്. അച്ഛൻ തല്ലിയത് കൊണ്ട് നമ്മുടെ സച്ചിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ നിരപരാധിയായി നമ്മുടെ സച്ചിനെ തല്ലിയത് കൊണ്ട് രവീന്ദ്രന്റെ ഭയങ്കര ഒരു സങ്കടമായി പോയിട്ട് അങ്ങനെ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് കരയാണ്. ഒരു വലിയ ഭൂകമ്പം നമ്മുടെ ശ്രുതി കാരണം അവിടെ ഉണ്ടായി കേട്ടോ. അതാണ് വാസ്തവം. ശ്രുതിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, നീ കുടിച്ചിട്ട് തല്ലുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് സങ്കടവും ദേഷ്യവും വന്നടാ, അതാണ് ഞാൻ നിന്നെ അടിച്ചു പോയത്. എനിക്ക് അറിയില്ലായിരുന്നല്ലോ സത്യാവസ്ഥ. സോറി, നീ എന്നോട് ക്ഷമിക്കുക. ശ്രുതി പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. ഇത് എന്റെ തെറ്റ് തന്നെയാ, എന്നോട് ക്ഷമിക്കും മോനെ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചിനെ ചേർത്ത് പിടിക്കുകയാണ്. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, സാരമില്ല അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട, അച്ഛനൊരു അബദ്ധം പറ്റിയതല്ലേ, അച്ഛൻ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, സാരമില്ല എന്ന് പറഞ്ഞു. അതിൽ രവീന്ദ്രൻ വിഷമത്തോടു കൂടി അകത്തേക്ക് കയറിപ്പോട്ടോ. രവീന്ദ്രൻ അങ്ങ് അയ്യടാന്നായി പോയേ. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം നമ്മുടെ രവീന്ദ്രൻ എവിടെയോ പോകാൻ തുടങ്ങും. അപ്പൊ ചന്ദ്രൻ ഞാൻ ഇറങ്ങുക എന്ന് പറഞ്ഞപ്പോ, അല്ല എവിടെ പോവാ? അത് പിന്നെ ഞാൻ യൂണിയൻ ഓഫീസ് വരെ ഒന്ന് പോവാ. അപ്പൊ രേവതി വന്നിട്ട്, അച്ഛൻ കോഫി കുടിച്ചിട്ട് പോകാം, ഞാൻ കോഫി എടുത്തു വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ കോഫി പിടിച്ചിട്ട് പോകാം. അപ്പൊ ചന്ദ്ര പറഞ്ഞ, എനിക്ക് ഒരെണ്ണം എടുത്തോ. എടുക്കാമേ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ രേവതി പോയി കോഫി എടുക്കാൻ പോവാ. അപ്പോഴത്തേക്കാണ് നമ്മുടെ അശോകൻ വരുന്നത്. അപ്പൊ അശോകൻ കയറി വരുന്നു. അശോകൻ കയറി വന്ന ഉടനെ, ഇതാരാ അശോകനോ? ഒത്തിരി നാളായല്ലോടാ നിന്നെ കണ്ടിട്ട്. അത് കൊള്ളാലോ. ഞാൻ യൂണിയൻ ഓഫീസിൽ പോകാനിരിക്കായിരുന്നു, അങ്ങോട്ടേക്ക് പോകാൻ നിന്നെ വിളിക്കാനിരിക്കായിരുന്നു. കയറി വാ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വിളിച്ച് കയറ്റാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയോട് പറഞ്ഞു, ചന്ദ്രമതി നീ ഒരു ചായ കൂടെ എടുക്കാൻ പറഞ്ഞു. അപ്പൊ അശോകൻ പറഞ്ഞു, ഹേയ് ചന്ദ്രയെ ഒന്നും വേണ്ട. അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു, നിനക്ക് എന്താ ഇവിടുന്ന് ചായ കുടിച്ചാൽ ഇറങ്ങത്തില്ലേ? അത് പിന്നെ എന്തു പറ്റിയിടാ നിനക്ക്? എന്താ നിനക്കൊരു വിഷമം? എന്താ മൊത്തത്തിലൊരു വല്ലായ്മ ഉണ്ടല്ലോ നിനക്ക്? അപ്പോഴത്തേക്കും നമ്മുടെ അശോകനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അശോകൻ ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. അപ്പൊ വീണ്ടും നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു, എന്താണ് നീ വല്ലാണ്ടിരിക്കുന്നത്? എന്തോ പ്രശ്നമുണ്ടല്ലോ, എന്തു പറ്റി നിനക്ക്? പറ. അത് പിന്നെ എന്ത് പറ്റാനാ, ഇനി പറ്റാനൊന്നും ഇല്ലല്ലോ. എടാ, എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയടാ, എന്താ നിനക്ക് പറ്റിയത്? നീ ഇങ്ങനെ മിണ്ടാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം മനസ്സിലാവുമോ? എന്താണെന്ന് വെച്ചാൽ തുറന്നു പറ. അത് പിന്നെ എന്റെ കുടുംബത്തിന്റെ മാനം പോയടാ, എന്റെ കുടുംബത്തിന്റെ മാനം പോയി. കുടുംബത്തിന്റെ മാനം പോയെന്നോ? ഞാൻ ഇനി എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും? എനിക്കറിയില്ല. ആളുകള് ഞങ്ങളെ നോക്കി കൈകൊട്ടി ചിരിക്കില്ലേ? എന്തൊക്കെയാ നീ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാടാ അവള് എന്നോട് ഇങ്ങനെ ചെയ്തത്? എനിക്കറിയില്ല. എനിക്ക് സഹിക്കാൻ പറ്റണില്ല. ഞാൻ എന്താടാ ചെയ്യേണ്ടത് രവി? നീ പറ. ഞാൻ ആറ്റുനോറ്റല്ലേടാ അവളെ വളർത്തിയത്. അവൾ എന്നെ ചതിച്ചടാ, അവൾ എന്നെ ചതിച്ചു. അവൾ ചെയ്തത് കൊടും ക്രൂരതയാടാ. എന്നെ അവള് ചതിച്ചു.
അവൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യുന്നു ഞാൻ കരുതിയില്ലടാ, ഒരിക്കലും ഇങ്ങനെ ചെയ്യുന്നു കരുതിയില്ല. അവക്ക് അവക്ക് ഒരാളോട് ഒരു ബന്ധമുണ്ടെന്ന് പണ്ട് ഞാൻ നിന്നോട് വന്ന് പറഞ്ഞിരുന്നില്ലേ? അത് അത് സത്യമായിരുന്നു. അവള് അവള് അവനപ്പോ ഇറങ്ങി പോവുക ചെയ്തത്. എനിക്ക് സഹിക്കാൻ പറ്റണില്ലടാ. പോയെന്നോ? അശോക, നിന്റെ മോള് പോയെന്നോ? ഉം, അതെ അതെ. അവനില് മെഡിക്കൽ സ്റ്റോപ്പില് ജോലി ചെയ്യുന്നുണ്ടല്ലോ, അവിടേക്ക് പോകുന്നു എന്നും പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വീട്ടിൽ നിന്ന് അവള് പോയത് ആ മറ്റവന്റെ കൂടെയാ. അവള് ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടാ പോയത് എന്ന് പറഞ്ഞ് ലെറ്റർ കൊടുക്കാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ആ ലെറ്റർ മേടിച്ച് വായിക്കാൻ കേട്ടോ. എന്നിട്ട് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കണം, ഞാൻ സ്നേഹിക്കുന്ന ആളുടെ കൂടെ പോകുവാണ്, എന്നെ അന്വേഷിച്ച് വരണ്ട, കല്യാണം കഴിച്ച് ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാനാണ് പോകുന്നത്. നിങ്ങൾ എന്നെ നന്നായിട്ടൊക്കെയാണ് വളർത്തിയത്, അതൊക്കെ ശരിയാണ്, അതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ജീവിക്കണമെങ്കിൽ എനിക്ക് പോന്നേ പറ്റൂ, എനിക്ക് വേറെ വഴി ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ പോയത് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് എന്താ പറയുക, ഒരു നല്ല രീതിയിലുള്ള ഒരു ലെറ്റർ തന്നെയാണ്. കാരണം അവര് ജീവിക്കാൻ വേണ്ടിയല്ലേ പോയത് എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ഈ ലെറ്റർ വായിച്ചിട്ട് സച്ചിയും രവീന്ദ്രനും ഒക്കെ ചേർന്ന് അശോകനെ. അത് പിന്നെ ഞങ്ങൾ വേറൊരു കല്യാണം നടത്താൻ തീരുമാനിച്ചതാടാ, അതിനിടയിൽ അവള് ഇങ്ങനെയൊക്കെ. അവള് ചെയ്തത് തെറ്റ് തന്നെയാണ്, ശരിയാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യാനാടാ എന്നിങ്ങനെ രവീന്ദ്രൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി ചോദിച്ചു, അല്ല ഇങ്ങനെ ഒരു ബന്ധം അവക്ക് ഉണ്ടായിരുന്നെന്ന് നേരത്തെ നിങ്ങൾക്ക് അറിയായിരുന്നല്ലേ? എന്നിട്ട് പിന്നെ എന്തിനാ നിങ്ങൾ വേറൊരു വിവാഹാലോചനയൊക്കെ നടത്തിയത്? അത് പിന്നെ ആ ചെറുക്കൻ ആ ചെറുക്കൻ നല്ലവനാണോ എന്നൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ ഞങ്ങൾ അതിന് കൂട്ടു നിൽക്കുന്നത്? ഇപ്പൊ ഒരു നല്ലൊരു കല്യാണം ആവുന്നത്, സർക്കാർ ജോലിയുണ്ട്, വലിയൊരു കുടുംബമുണ്ട്. അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു അത് തെറ്റാ. ദേ മിക്ക അച്ഛനമ്മമാരുടെ വിചാരം ഉണ്ടല്ലോ, അവര് കാണുന്ന പെണ്ണും ചെറുക്കനുമാണ് നല്ലതെന്നൊക്കെയാ. പിന്നെ നമ്മുടെ മക്കള് കണ്ടെത്തുന്നവര് മോശക്കാരാണെന്ന് എന്നൊന്നും പറയരുത്. അവരൊക്കെ കണ്ടെത്തുന്നതുണ്ടല്ലോ, അവർക്ക് ഇഷ്ടമുള്ളവർ തന്നെയാണ്. അവൾക്ക് അത്യാവശ്യം വിവരമുണ്ട്, അവള് മിടിക്കല്ലേ. അവൾക്ക് അനുയോജ്യമായ ചെറുക്കനെ കണ്ടെത്താനുള്ള പക്വതയും പാകതയും അവൾക്ക് ഉണ്ട്. എനിക്ക് ഉറപ്പാ നിങ്ങള് അവൾക്ക് വേണ്ടി കണ്ടെത്തിയില്ലേ, ആ ചെറുക്കനേക്കാൾ മിടുക്കൻ തന്നെയായിരിക്കും അവൾ കണ്ടെത്തിയ ചെറുക്കനെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഓർത്ത് സമാധാനിക്കേ. ഇപ്പോഴത്തെ പെൺപിള്ളാരും ആൺപിള്ളാരൊക്കെ അങ്ങനെയാ, പരസ്പരം സ്നേഹിക്കുന്നവരാണ്. അവര് സ്നേഹിച്ച് വിവാഹം കഴിക്കുന്നത് കൊണ്ടൊരു പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞത്, ഇവിടെയാണെങ്കിലും വർഷയും ശ്രീകാന്തും സ്നേഹിച്ചല്ലേ വിവാഹം കഴിച്ചത്, അവര് രണ്ടുപേരും സന്തോഷത്തോടു കൂടിയല്ലേ ജീവിക്കുന്നത്. അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു, ആളും അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പം അവരുടെ കല്യാണം നടത്തി കൊടുക്കേണ്ടതല്ലായിരുന്നോ? അവൾക്ക് വേറെ ചെറുക്കനെ അന്വേഷിച്ച് ശരിയായില്ല, അതിന് ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ മോള് പോയില്ലേ, അവള് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല മക്കളെ, ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ മൂത്ത മോളുടെ ഭർത്താവിന്റെ വീട്ടുകാർ ഇത് അറിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അവർക്കാർക്കും ഇതൊന്നും ഇഷ്ടപ്പെടില്ല. ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മുഖത്തൊക്കെ ഞാൻ എങ്ങനെ നോക്കും? നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ എന്റെ അശോക, ആദ്യം മാളു എവിടെയാണെന്ന് നമ്മൾ കണ്ടെത്തണം. അവളെ എന്നിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണം. നല്ല ജീവിതമാണെങ്കിൽ അവർ ജീവിക്കട്ടെ. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ആ ചെറുക്കന്റെ വീട്ടുകാരോട് സംസാരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓ, എവിടെ ചെന്ന് അന്വേഷിക്കാനാ ഞാന്? അപ്പൊ നമ്മുടെ ചന്ദ്രൻ പറഞ്ഞു, പോലീസിനൊരു പരാതി കൊടുക്കുക, അവര് കണ്ടുപിടിച്ചോണ്ട് വരും. അപ്പം രേവതി പറഞ്ഞു, വേണ്ട വേണ്ട, പോലീസിൽ പരാതി കൊടുത്താലേ ഈ കാര്യം എല്ലാവരും അറിയും, അത് മോശമാ. വേറെ ഏതെങ്കിലും രീതിയിൽ കണ്ടുപിടിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ സച്ചി പറഞ്ഞു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാൻ, ഞാൻ കണ്ടുപിടിച്ചോളാം, ആളും എവിടെയാന്ന് തിരക്കി അന്വേഷിച്ച് ഞാൻ അങ്കിളിന്റെ മുമ്പിൽ കൊണ്ടുതരും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര, പിന്നെ നീ പിന്നെ വലിയ CID ആണല്ലോ. അതെ, ഞാൻ CID തന്നെയാ അങ്കിളെ. മാളു ജോലി ചെയ്യുന്ന മെഡിക്കൽ ഷോപ്പ് ഏതാ, അതെന്നോട് ആദ്യം പറ. അത് പിന്നെ യൂണിക്കി മെഡിക്കൽ ഷോപ്പ് നമ്മുടെ സിറ്റിയിലെ റോയൽ ബിൽഡിങ്സ് ഉണ്ടല്ലോ, അവിടെയാ. എന്നാ പിന്നെ ഞാനൊന്ന് പോയി അന്വേഷിക്കട്ടെ. അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞ്, സച്ചേട്ടാ ഞാനും കൂടി വരാന്ന് പറഞ്ഞ് നമ്മുടെ സച്ചിയുടെ കൂടെ രേവതിയും കൂടെ പോവാണ് കേട്ടോ അന്വേഷിക്കാനായിട്ട്. ആകെപ്പാടെ തകർന്നിരിക്കുകയാണ് നമ്മുടെ അശോകൻ. അപ്പം രവീന്ദ്രൻ പറഞ്ഞു, ഇത് അല്ല, ഇത് നമ്മൾ മാത്രമല്ലേ അറിഞ്ഞിട്ടുള്ളൂ, വേറെ ആരും അറിഞ്ഞിട്ട് ഇല്ലല്ലോ. സച്ചി മാളൂനെ കൂട്ടിക്കൊണ്ട് വരാതിരിക്കില്ല, നീ ഇങ്ങനെ തളർന്ന് പോകല്ലേ, പോയാൽ ശരിയാവത്തില്ല. അല്ല, സച്ചി കൊണ്ടുവരുമായിരിക്കും അല്ലേ? കൊണ്ടുവരുന്നേ, ഞാനില്ലേ നിന്റെ കൂടെ, നീ ധൈര്യമായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അശോകനെ ചേർത്ത് പിടിക്കാണ് കേട്ടോ രവീന്ദ്രൻ. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിൻ രേവതിയും കൂടി ആ മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് തിരക്കാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ന് ആ കുട്ടി ഇവിടെ വന്നിട്ടില്ല എന്നിങ്ങനെ ആ മെഡിക്കൽ ഷോപ്പിന്റെ ഓണർ പറഞ്ഞു. മാത്രമല്ല ഇവിടെ വേറൊരു സ്റ്റാഫ് ഉണ്ട്, ആ സ്റ്റാഫിനോട് അവൾ എല്ലാം തുറന്നു പറയുന്നതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ആ സ്റ്റാഫ് വരികയാണ്. രമ്യ എന്നങ്ങാണ്ട പേര്. ആ സ്റ്റാഫ് വന്ന് പറഞ്ഞേ, രമ്യ ഞങ്ങളുടെ കൂടെ ഒന്ന് വരാമോ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് രമ്യ പറഞ്ഞു, അത് പിന്നെ എനിക്ക് ജോലിയുണ്ട്, ഇപ്പൊ സമയമില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഇങ്ങനെ
എന്താ ഒഴിഞ്ഞു മാറുന്ന പോലെ. അപ്പം മുതലാളി, അതായത് നമ്മുടെ ഷോപ്പിന്റെ മുതലാളി ചോദിച്ചു, അതെ എന്ത് ജോലിയാ രമ്യ നിനക്കുള്ളത്? വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ മെഡിസിൻ എടുത്ത് കൊടുത്തോളാം, നീ അവരോട് ചോദിക്കുന്ന കാര്യം പറയാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ രമ്യനെയും കൂട്ടിക്കൊണ്ട് സച്ചി രേവതിയും കൂടെ മാറി നിൽക്കുകയാണ് 5 മിനിറ്റ് സംസാരിക്കാനായിട്ട്. എവിടെയാന്ന് അറിയണമല്ലോ. അങ്ങനെ നമ്മുടെ രമ്യയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ എന്തിനാ വന്നതെന്ന് അറിയാലോ. ആ, നിങ്ങൾ എന്തിനാ വന്നതെന്ന് ഞാൻ എങ്ങനെയാ അറിയുന്നത്? വേണ്ട, അറിയണ്ട. ഒരൊറ്റ ചോദ്യം, അതിന് അതിന് നീ മറുപടി തരണം. മാളു ഒരു പയ്യനുമായിട്ട് പ്രണയത്തിലാണെന്നുള്ള കാര്യം നിനക്കറിയാലോ. ആ, അവള് കത്തെഴുതി വെച്ച് അവന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അവരിപ്പോ എവിടെ ഉണ്ടെന്നാ ഞങ്ങൾക്ക് അറിയേണ്ടത്. അത് പിന്നെ എനിക്കറിയില്ല. ഞാൻ എങ്ങനെ അറിയാനാ? എനിക്കറിയില്ല അവരെവിടെയാണെന്ന്. അങ്ങനെ ഒരു പ്രണയം പോലും അവർക്ക് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, നീ അവളുടെ ക്ലോസ് ഫ്രണ്ട് അല്ലേ, എവിടേക്കാ പോകുന്നതെന്ന് നിന്നോട് ഏതായാലും പറഞ്ഞു കാണില്ലേ? എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല എന്റെ പൊന്നി ചേച്ചിയെ. അടുത്ത കാലത്ത് തന്നെ അവൾ എന്നോടൊന്നും പറയാറില്ല, ഞാനൊന്നും അന്വേഷിക്കാറുമില്ല. അത് കള്ളം, അത് പച്ചക്കള്ളം. നിന്നോട് അവളെല്ലാം പറയാറുണ്ട്. ഇതും പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അത് പിന്നെ സാറ് ചുമ്മാ പറഞ്ഞതാ, എനിക്കൊന്നും അറിയില്ല. നിങ്ങൾ എന്നെ വെറുതെ വിട്. മാളു എവിടെയുണ്ടെന്ന് നീ പറഞ്ഞില്ല എങ്കിൽ ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങൾ പോകും. കാണുന്നില്ലെന്ന് പറഞ്ഞൊരു പരാതിയും കൊടുക്കും. പോലീസ് നിന്നെ കൊണ്ടുപോയി ചോദ്യം ചെയ്യും. അത് നീ ഓർത്തോ. ദേ, മര്യാദയ്ക്ക് പറഞ്ഞോ. പോലീസ് സ്റ്റേഷൻ, കോടതി, അങ്ങനെ പല ചുറ്റിക്കേസുമായിട്ട് നീ അലയേണ്ട വരും. അതുകൊണ്ട് കാര്യം പറഞ്ഞോ. അയ്യോ, അങ്ങനെയൊന്നും ചെയ്യല്ലേ, ഞാൻ കാര്യം പറയാം എന്ന് പറഞ്ഞ് നമ്മുടെ രമ്യ കാര്യം പറയാണ്. മാളുവും ഫെബിനും ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാ ഉള്ളത്. ഏത് ഫ്രണ്ടിന്റെ വീട്ടില്? ഏതാ ഫ്രണ്ടിന്റെ പേര്? എന്താ ഫ്രണ്ടിന്റെ പേര്? അതിന് നമിത എന്നാ പേര്. വീട് താമരക്കുളങ്ങരയാ. ഓഹോ, താമരക്കുളങ്ങര അല്ലേ? UP സ്കൂളിന് നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വീടാ താമരക്കുളങ്ങര. ആ, അല്ല, അവര് തമ്മിൽ കല്യാണം കഴിച്ചോ അറിയാമോ? ഈ കല്യാണം ഒന്നും കഴിച്ചില്ല, അത് ഉറപ്പാണ്. പക്ഷേ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക എന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ സച്ചിൻ രേവതിയും കൂടെ അവരുള്ള സ്ഥലത്തേക്ക് ഇനി പോവുകയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷമായിട്ട് കാണാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.